നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയല്ലേ? നിങ്ങൾ ശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു, എന്നിട്ടും കാര്യങ്ങൾ മാറുന്നില്ലേ? എങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റാൻ കഴിവുള്ള ഒരു സത്യമാണ്. നെവിൽ ഗോഡാർഡ് ഒരു ആത്മീയ അധ്യാപകനായിരുന്നു, ഒരു ചിന്തകനായിരുന്നു. പക്ഷെ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് ലോകത്തോട് പറഞ്ഞ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, ഇമാജിൻ ക്രിയേറ്റ്സ് റിയാലിറ്റി. കൽപ്പനയാണ് യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സങ്കല്പം അല്ലെങ്കിൽ അനുമാനം നിങ്ങളുടെ വിശ്വാസമായി മാറുകയും പിന്നീട് അത് ജീവിത അനുഭവങ്ങളായി മാറുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം മനസ്സിൽ വരാം. നിങ്ങൾ സങ്കല്പിച്ച കാര്യങ്ങളല്ലല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന്. ശരിയാവാം, നിങ്ങൾ ബോധമനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിൽ അതെപ്പോഴോ എങ്ങനെയോ കടന്നു കയറിയതാവാം. നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളുടെ ഒരു റീപ്ലേ മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ബോധമനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത്. ഇതിന്റെ നല്ല വശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സങ്കല്പം കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയെടുക്കുവാൻ കഴിയും. വിശ്വസിക്കുക, കൽപ്പനയാണ് യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് സ്രഷ്ടാവ്. നിങ്ങൾ പുറത്തു കാണുന്ന ലോകം നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയുടെ പ്രതിഫലനം മാത്രമാണ്. നിങ്ങൾ ഉള്ളിൽ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു? നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അഫർമേഷൻസ് എന്ന് പറയും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആവും ഇത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബോധമനസ്സിലോ ഉപബോധ മനസ്സിലോ ആവാം ഇത് നടക്കുന്നത്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എന്തു ചെയ്താലും ഇത് തന്നെയാണ് അനുഭവം, ഇതെന്റെ വിധിയാണ് എന്നൊക്കെ. മറ്റു ചിലർ പറയും, ഏതു വഴി പോയാലും പണം കിട്ടുമെന്ന്. അതാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതു വഴി പോയാലും എന്തു ചെയ്താലും പണം അവരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിക്കൂടിയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ബോധപരമായി നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും. ഓർക്കുക, ഓരോ തവണയും ഒരു കാര്യം ഫീലിങ്സോടുകൂടി നിങ്ങൾ ചിന്തിക്കുമ്പോഴും അത് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പതിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഇന്നത്തെ ജീവിതം ഇന്നലത്തെ ചിന്തകളുടെ ഫലമാണ്. ഇന്നത്തെ ചിന്തകൾ നാളത്തെ അനുഭവങ്ങളായി മാറുകയും ചെയ്യും. അതാണ് സത്യം. ഇന്നു മുതൽ ചിന്തകളുടെ രീതി ഒന്ന് മാറ്റുക. നാളെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി വരും. നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവൂ. നിങ്ങൾക്ക് വേണ്ടാത്ത ചിന്തകൾ ഇടയ്ക്ക് കയറി വരുമ്പോൾ, ഇതെന്റെ പഴയ ചിന്തകളാണ്, ഇനി നിങ്ങളുടെ സേവനം എനിക്ക് ആവശ്യമില്ല, താങ്ക് യു, ഞാൻ മാറിക്കഴിഞ്ഞു എന്ന് നിർബന്ധമായി സ്വയം പറയുക. ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ കുറച്ചു നാളത്തേക്ക് നിങ്ങളുടെ പഴയ അനുഭവങ്ങളുടെ അവശേഷിപ്പുകൾ കയറി വരാം. അപ്പോഴും ചിന്തിക്കുക, ഇതെന്റെ കഴിഞ്ഞ കാലത്തെ ചിന്തകളുടെ എഫക്റ്റ് മാത്രമാണ് എന്ന്. പക്ഷേ അത് പതിയെ പതിയെ മാഞ്ഞു തുടങ്ങും. കാരണം ബോധാവസ്ഥയിൽ കാര്യങ്ങൾ മാറാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ മാറ്റാൻ തുടങ്ങിക്കഴിഞ്ഞു. ഓർക്കുക, നിങ്ങൾക്ക് പുതിയ ജീവിതം കിട്ടാനുള്ള സമയം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. കാരണം പ്രപഞ്ചത്തിന് സമയപരിധിയില്ല, മനുഷ്യരാണ് സമയമുണ്ടാക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാനെടുക്കുന്ന സമയം, അതാണ് നിങ്ങളുടെ ജീവിതം മാറാനുള്ള സമയം. നിങ്ങൾ ഇരയല്ല, നിങ്ങൾ തന്നെയാണ് സ്രഷ്ടാവ്.
നെവിൽ പഠിപ്പിച്ച ഏറ്റവും ശക്തമായ ആശയം, സ്റ്റേറ്റ് ഓഫ് ദ വിഷ് ഫുൾഫിൽഡ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ ലഭിച്ചുവെന്ന് അനുഭവിക്കുക. ചിന്തിക്കുക മാത്രം പോരാ, അത് ലഭിച്ച ശേഷം നിങ്ങൾക്ക് എങ്ങനെ തോന്നും? സന്തോഷം, ആശ്വാസം, ആത്മവിശ്വാസം. ആ വികാരം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. നിങ്ങൾക്ക് ആ അനുഭവം എത്രമാത്രം ഫീൽ ചെയ്യുന്നുവോ അത്രയും എളുപ്പം അത് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തകൾ വിശ്വാസമായി മാറുകയും അത് നിങ്ങളുടെ ശക്തമായ ഫീലിംഗ്സ് ആവുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. ഓർക്കുക, നിങ്ങളുടെ ഫീലിംഗ്സ് ആണ് നിങ്ങളെ അനുഭവങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഉറങ്ങുന്നതിന് മുമ്പുള്ള ശക്തി. ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ സന്ദേശം നൽകാൻ ഏറ്റവും ശക്തമായ സമയമാണ്. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ചെറിയൊരു രംഗമായി മനസ്സിൽ കാണുക. അത് സത്യമാണ് എന്ന് വിശ്വസിച്ച് ഉറങ്ങുക. നിങ്ങൾ തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ. നിങ്ങൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയല്ല, ആ സിനിമയിലെ ഒരു പ്രധാന ക്യാരക്ടറാണ് നിങ്ങൾ. നിങ്ങൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ജീവിതമാണ് ആ സിനിമയുടെ കഥ. ആ അനുഭവത്തോടെ വേണം നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴേണ്ടത്. രാവിലെ ഉറക്കം തെളിഞ്ഞ് നിങ്ങൾ ബോധാവസ്ഥയിലേക്ക് വരുന്ന ആ കുറച്ചു നിമിഷങ്ങൾ, മറ്റു ചിന്തകൾ മനസ്സിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ആ കഥ ഒന്നുകൂടി മനസ്സിൽ റീവൈൻഡ് ചെയ്യുക. കുറച്ച് ദിവസങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് മനസ്സിലാക്കാം. ഓർക്കുക, ലോകം മാറുവാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. ആദ്യം നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥ മാറ്റുക. നിങ്ങൾ മാറുമ്പോൾ ലോകം സ്വയം മാറും. കാരണം നിങ്ങളുടെ കൽപ്പനയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതവും.